വീരമൃത്യു വരിച്ച കെ നിരഞ്ജന നാടിന്റെ അന്ത്യാഞ്ജലി എളമ്പുലശ്ശേരിയിൽ KUP സ്കൂളിൽ പൊതുദർശനം തുടരുകയാണ്. സംസ്കാരം ഉച്ചയോടെ നടക്കും. വിവരങ്ങളുമായി AK ലതീഷ് പാലക്കാട് നിന്നും തത്സമയം ചേരുന്നു. ലതീഷ്, പൂർണ്ണ സൈനിക ഔദ്യോഗിക ബഹുമതികളോടെയാണോ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുക? സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് എത്തിച്ചേരുക? മനു, പൊതു ദർശന ചടങ്ങ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് നൂറുകണക്കിന് പേരാണ് ധീരജവാന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എളമ്പുലശ്ശേരി KUP സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടിയാണ് മൃതദേഹം വീട്ടിൽ നിന്നും KUP സ്കൂളിലേക്ക് എത്തിച്ചത്. എല്ലാ മതപരമായ ചടങ്ങുകളെല്ലാം തന്നെ, കുടുംബാംഗങ്ങളുടെ മതപരമായ ചടങ്ങുകളെല്ലാം തന്നെ ഇളയച്ചൻ്റെ വീട്ടിൽ പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇവിടെ MEG, അതേപോലെ തന്നെ മദ്രാസ് റെജിമെൻ്റ് സെൻറ്റർ, NSG, കരസേനയുടെ മറ്റു വിഭാഗങ്ങൾ, അതേപോലെ തന്നെ വ്യോമസേന ഉദ്യോഗസ്ഥർ, ഇത്തരത്തിൽ സേനാ വിഭാഗങ്ങളുടെ വലിയൊരു നിര തന്നെ ഇവിടെ രാവിലെ മുതൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരും അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. കോയമ്പത്തൂർ ആർട്ടിലറി ആർമിയുടെ കമാൻഡിംഗ് ഓഫീസർ ശൈലേന്ദ്ര ആര്യ, മദ്രാസ് റെജിമെൻ്റ് സെൻറ്റർ I-10 TA ബറ്റാലിയൻ്റെ ലഫ്റ്റനൻറ്റ് കേണൽ ഭരദ്വാജ്, എയർഫോഴ്സ് സുലൂർ യൂണിറ്റ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ VK ശ്രീനിവാസ് തുടങ്ങി നിരവധി പ്രമുഖർ സേനാ വിഭാഗത്തിൻ്റെ വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ധീരജവാൻ നിരഞ്ജന് ആദരാഞ്ജലികൾ അർപ്പിക്കും, മൃതദേഹത്തിൽ റീത്ത് സമർപ്പിക്കും. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് എത്തിച്ചേരുക. അദ്ദേഹം സംസ്കാര ചടങ്ങിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുക്കും. MP രാജേഷ്, അതേപോലെ തന്നെ ജില്ലയിൽ നിന്നുള്ള MLA മാർ, ജില്ലാ കളക്ടറടക്കമുള്ള ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെല്ലാം തന്നെ ഇവിടെ രാവിലെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ സമീപത്തുള്ള 7 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ, അതേപോലെ തന്നെ NCC, സ്പെഷ്യൽ പോലീസ് കേഡറ്റ്, അത്തരം സ്കൂളുകളുമായി ബന്ധപ്പെട്ടുള്ള സേനാ വിഭാഗങ്ങൾ എല്ലാം തന്നെ രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാൻ നിരഞ്ജന് അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. രാവിലെ 8 മണിക്ക് മുമ്പായി തന്നെ വലിയൊരു ആളുകളുടെ നീണ്ട നിര ഇവിടെ ദൃശ്യമായിരുന്നു. ഒപ്പം കുടുംബാംഗങ്ങൾ, ഭാര്യ, കൊച്ചുമകൾ, അതേപോലെ തന്നെ അച്ഛൻ, മറ്റ് സഹോദരങ്ങൾ, ബന്ധുക്കൾ തുടങ്ങി എല്ലാവരും തന്നെ ഇപ്പോൾ നാം നിൽക്കുന്ന എളമ്പുലശ്ശേരി KUP സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്ക് ഇരിക്കാനും മറ്റുമായി പ്രത്യേക സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകളുടെ പരമാവധി ആളുകൾക്ക് ഇവിടെ നിന്നും മൃതദേഹം കാണാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ ഒരു 12 മണിയോടുകൂടി കുടുംബ വീട്ടുവളപ്പിൽ നടക്കും. ഇവിടെ നിന്നും അല്പം മാറിയാണ് കുടുംബ വീട്ടുവളപ്പുകൾ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നടക്കും. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകുന്നതിന് മുന്നോടിയായി തന്നെ വിവിധ സൈനിക വിഭാഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ ഇവിടെ വെച്ച് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആ ചടങ്ങും ഇവിടെയായിരിക്കും നടക്കുക. മൃതദേഹം സംസ്കരിക്കുന്ന സ്ഥലത്ത് കേവലം ഫയറിംഗ് മാത്രമായിരിക്കും, ആദരം അർപ്പിച്ചുകൊണ്ടുള്ള ഫയറിംഗ് മാത്രമായിരിക്കും സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക. എന്നാൽ കേരള പോലീസിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെ ആദരം കേരള പോലീസ് വഴി അവിടെ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വിപുലമായ ക്രമീകരണങ്ങൾ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എത്തിയ ശേഷമായിരിക്കും ഇവിടെ നിന്നും മൃതദേഹം എന്തായാലും മാറ്റുക. അതുവരെ പൊതു ദർശനം ഇവിടെ തുടരും. എല്ലാ ക്രമീകരണങ്ങളും സംസ്കാര സ്ഥലത്തും ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മനു.